നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇടയിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. ഇതുമൂലം നമ്മുടെ പല അവയവങ്ങളുടെയും താളം തെറ്റിപ്പോകാറുണ്ട്. കണ്ണിൻ്റെ ഞരമ്പുകൾ ചുരുങ്ങുന്നത് മൂലം കാഴ്ചശേഷി കുറയുന്നു. അതേപോലെ നമ്മുടെ കാലിനും കൈക്കും ഉണ്ടാകുന്ന മരവിപ്പ്, ഇതെല്ലാം പ്രമേഹ രോഗം കൂടുന്നത് മൂലമാണ്. ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതിനായി മുനിമാർ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പ്രമേഹവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അവ പരിശീലിച്ചതിന് ശേഷം ഈ ആഴ്ചത്തെ ആസനങ്ങളിലേക്കും പ്രാണായാമത്തിലേക്കും കടക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നികുഞ്ചാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ്. ഈ നിരയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളും ശരീരവും മുന്നോട്ട് കൊണ്ടുവരികയും കൈപ്പത്തികൾ രണ്ടും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നെറ്റ് തറയിൽ മുട്ടിച്ചു വെക്കാനും ശ്രമിക്കേണ്ടതാണ്. ഈ നിലയിൽ ഇരുന്നു കൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ഈ ആസനം പരിശീലിക്കുന്ന സമയം പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കുന്നതിനും മുന്നേക്ക് നീട്ടി തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇരു കൈകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്പസമയത്തേക്ക് ഈ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരവും ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തിക്കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ്. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് കൈപ്പത്തികൾ തറയിൽ പതിച്ചു വെക്കുകയും നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ശേഷം ഈ നിലയിൽ ഇരുന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് നികുഞ്ചാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇടതുകാലിൻ്റെ മുട്ടുമടക്കി ആ കാലിൻ്റെ പാദം വലതുകാലിൻ്റെ വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ്. ഇനി അതിനോട് ചേർന്ന് തന്നെ ഇരു കൈപ്പത്തികളും വലതുവശത്തായി തറയിൽ പതിച്ചു വെക്കുക. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരത്തെ വലതുവശത്തേക്ക് കഴിയുന്നത്ര തിരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിക്കുകയും ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ഇരു കൈപ്പത്തികളുടെയും സ്ഥാനം ആദ്യം വെച്ചതിൽ നിന്ന് മാറാൻ പാടില്ല. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ വലതുവശത്തേക്ക് ചരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ 8-10 തവണ ചെയ്തതിന് ശേഷം ഇരു കാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇനി ശരീരത്തെ ഇടതുവശത്തേക്ക് ചെരിച്ചും ചെയ്യേണ്ടതാണ്. അതായത് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുകയും വലതുകാൽ മടക്കി ഇടതുകാലിൻ്റെ ഇടതുവശത്തായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇരു കൈപ്പത്തികളും ശരീരത്തിന് ഇടതുവശത്തായി തറയിൽ പതിച്ചും വെക്കേണ്ടതാണ്. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം
വലതുവശത്തേക്ക് ചെരിഞ്ഞു വന്ന അതേ രീതിയിൽ തന്നെ ശരീരത്തെ ഇടതുവശത്തേക്കും കഴിയുന്നത്ര ചെരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. ഇതേ രീതിയിലും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ ഇടതുവശത്തേക്ക് തിരിക്കുകയും ഈ രീതിയിലും 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ ഇരു കാലുകളും മാറി മാറി 1-2 തവണ കൂടി ആവർത്തിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് വജ്രാസന യോഗമുദ്ര. ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു വജ്രാസനം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുന്നതിനെയാണ് വജ്രാസനം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം ഇരു കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവരികയും വലത് കൈയുടെ കുഴയിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് നെറ്റ് തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെ വജ്രാസന യോഗമുദ്ര എന്നാണ് പറയുന്നത്. ഈ ആസനം പരിശീലിക്കുന്ന സമയം പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പവനമുക്താസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതുകാലിൻ്റെ മുട്ട് മടക്കിക്കൊണ്ടുവരികയും ഇരു കൈകളും വലതുകാലിൻ്റെ മുട്ടിൽ കോർത്തു പിടിക്കുകയും ചെയ്യണം. ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ടുവരികയും മടക്കി വെച്ചിരിക്കുന്ന വലതുകാല് വയറിനോട് അടുപ്പിച്ച് കൊണ്ടുവന്ന് നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തല ഉയർത്തിക്കൊണ്ടുവന്ന് വയറിനോട് അടുപ്പിച്ച് വെച്ചിരിക്കുന്ന വലതുകാലിന്റെ മുട്ടിൽ നെറ്റ് മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെ തല തറയിൽ പതിച്ചു വെച്ച് മലർന്നു കിടക്കേണ്ടതാണ്. ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയം തല താഴ്ച തറയിൽ പതിച്ചു വെക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ടുവന്ന് കാല് വയറിനോട് അടുപ്പിച്ച് കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 7-8 തവണ പരിശീലിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ വലതുകാൽ വെച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തുകയും ചെയ്യേണ്ടതാണ്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാലിൻ്റെ മുട്ട് മടക്കിക്കൊണ്ട് വരികയും കൈകൾ കൊണ്ട് കാൽമുട്ടിൽ കോർത്ത് പിടിക്കുകയും ചെയ്ത ശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ട് വന്ന് നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ച തറയിൽ പതിച്ചും വെക്കേണ്ടതാണ്. ഈ രീതിയിലും 7-8 തവണ ആവർത്തിക്കുക. ഇങ്ങനെ ഓരോ കാലുകളും മാറി മാറി ചെയ്യുന്നതിനെ അർദ്ധപവനമുക്താസനം എന്നാണ് പറയുന്നത്. ഒരാഴ്ച ഈ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം പവനമുക്താസനത്തിലേക്ക് കടക്കാവുന്നതാണ്. ഇനി അത് ചെയ്യുന്നതിനായിട്ട് ഇപ്പം നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ ഒരുമിച്ച് മടക്കിക്കൊണ്ട് വരികയും ചെയ്യുക. അതിനുശേഷം കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ കോർത്ത് പിടിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല ഉയർത്തിക്കൊണ്ട് വന്ന് നെറ്റി ഇരു കാലുകളുടെയും മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊന്നും കൂടി പറയാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളുടെയും മുട്ടുകൾ പതിയെ അയച്ചു കൊടുക്കുകയും തല താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാല് വയറിനോട് അടുപ്പിച്ചു കൊണ്ടുവരികയും
തല ഉയർത്തിക്കൊണ്ട് വന്ന് നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിലും 7-8 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനം പരിശീലിക്കുന്ന സമയം നെറ്റ് കാൽമുട്ടുകളിൽ മുട്ടിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവനവനെ എത്രത്തോളം അടുപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഇനി നമുക്കൊരു പ്രാണായാമം പരിശീലിക്കാം. സുഖപൂരക പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായിട്ട് നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കാവുന്നതാണ്. അവനവന് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഏതാണോ അത് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വയ്ക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ഇങ്ങനെ കൈകൾ പിടിക്കുന്നതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടരുന്നതായിരിക്കും നല്ലത്. ഒന്നും കൂടി പറയാം. ഏതൊരവസ്ഥയിലാണോ നട്ടെല്ല് നിവർന്ന് സുഖമായി ഇരിക്കാൻ പറ്റുന്നത് ആ അവസ്ഥ തിരഞ്ഞെടുക്കുകയും കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുകയും ചെയ്തതിന് ശേഷം സാവധാനം മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതേ രീതിയിൽ തന്നെ മൂക്കിൻ്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഈ രീതിയിലാണ് സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത്. ഓരോ ദിവസം മുന്നോട്ട് ചെല്ലുന്തോറും പ്രാണായാമം ചെയ്യുന്നതിൻ്റെ എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. ഇത്രയും ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രമേഹവുമായി ബന്ധപ്പെട്ട് 2ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. നികുഞ്ചാസനം, വക്രാസനം, വജ്രാസന യോഗമുദ്ര, പവനമുക്താസനം, സുഖപൂരക പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത്. ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 3ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.